സത്യയുടെ കണ്ണിൽ സ്നേഹവും ബഹുമാനവും ഒരുപോലെ നിറഞ്ഞു. തമ്മിൽ കാണുമ്പോൾ ഭാര്യ ഒരു മകനായിരുന്നു അദ്ദേഹത്തിന്, ഞങ്ങളുടെ രുദ്രൻ. അപ്പുമോളും ആൻഷു അന്ന് ജനിച്ചിട്ടില്ല. ദേവിയേച്ചിക്കും വലിയ ഇഷ്ടമായിരുന്നു ഞങ്ങളെ. അവർക്ക് സ്വന്തം എന്ന് പറയാൻ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിയുടെ അച്ഛനും സാറിന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതാ. പിന്നെയുള്ള അമ്മ ദേവമ്മ, അന്ന് പാലക്കാടാ. അവരുടെ സ്വന്തം വീട്ടിൽ ദേവിയേച്ചിയും സാറും കൂടെ നിൽക്കാൻ വിളിച്ചിട്ടും അവിടെ വിട്ട് വരില്ലായിരുന്നു അമ്മ. പിന്നെ ലീവ് കിട്ടുമ്പോൾ ഇവരെല്ലാം അങ്ങോട്ട് പോകും. ഒരു നിമിഷം ആ ഓർമ്മകളായിരുന്നു സത്യ. രുദ്രന് 1 വയസ്സുള്ളപ്പോഴാ എന്റെ ഗായു ഒരു അമ്മയാകാൻ പോകുന്നതെന്ന് അറിയുന്നത്. സ്വന്തം എന്ന് പറയാൻ എനിക്കും ഗായുവിനും കിട്ടിയ സ്വത്ത്. ആരുമില്ലാത്ത ഞങ്ങളെ അന്നും സഹായിക്കാൻ എത്തിയ ദേവമ്മയായിരുന്നു. അമ്മയും ദേവിയേച്ചിയും കൂടി ആ ഗായുവിന്റെ പ്രസവം അത് കഴിഞ്ഞിട്ടുള്ള 3 മാസവും നോക്കിയത്. ഒരു മോനായിരുന്നു ഞങ്ങൾക്ക്, സൂര്യ. ദേവിയേച്ചിയുടെ കണ്ടുപിടുത്ത ആ പേര്. രുദ്രനെ പോലെ ആയിരുന്നു സൂര്യനും ചേച്ചിക്ക്. അന്യരായ ഞങ്ങൾ സ്വന്തം പോലെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴേ അറിയാലോ അവരുടെ മനസ്സിന്റെ വലിപ്പവും നന്മയും ഒക്കെ. പിന്നെ 2 വർഷം കഴിഞ്ഞാണ് ആൻഷുമോൻ ഉണ്ടാവുന്നത്. ഒടുക്കം 3 ആംഗ്ലമാർക്കും കൂടെ അവരുടെ കുഞ്ഞു പെങ്ങളായി ഞങ്ങളുടെ അപ്പുമോളും. സത്യ പറഞ്ഞു നിർത്തിയതും ആദ്യം തന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ച്. അവളെ മറ്റൊരാൾ സ്വന്തം എന്ന് പറയുന്ന പോലും അംഗീകരിക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല ആ നിമിഷങ്ങളിലൊന്നും. അവരെല്ലാം അവളെ അപ്പു എന്ന് വിളിക്കുന്ന പോലും സഹിക്കാനാവാത്ത പോലെ ഒരു അസ്വസ്ഥത. അവനെ തന്നെ നോക്കിയിരുന്ന സത്യക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. നിർവികാരമായി അവനിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നയാൾ. ആദ്യം പോയത് മുതൽ വല്ലാത്തൊരു വിഷമത്തിലിരിക്കുവാണ് മീര. അജു ഇതുവരെ വന്നിട്ടില്ല. ആര്യനും അകിയും അജിയും ഒക്കെ തിരികെ വന്നു. സീതാമ്മ തലവേദനയായി കിടക്കുന്നു. ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കാനായി ഹാളിലേക്ക് കയറി. തനിച്ചിരിക്കുമ്പോഴേക്ക് എന്തിനോ സങ്കടം തോന്നിപ്പോവും അവൾക്ക്. മുമ്പെങ്ങും ഇല്ലാത്തൊരവസ്ഥ. പണ്ടും തനിച്ച് തന്നെയായിരുന്നു. ആകെയുള്ളൊരു കൂട്ടെന്ന് പറഞ്ഞാൽ ധ്വനിയാണ്. കൂടെയുണ്ടെങ്കിൽ പോലും അവളോട് അധികം സംസാരമില്ലായിരുന്നു മീരയ്ക്ക്. അവളെ ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല, എന്നും പ്രിയപ്പെട്ട കൂട്ടുകാരി തന്നെയാണ്. പക്ഷെ അവൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനൊരു വാക്കിലോ മൂളിലോ മാത്രമായിരിക്കും മീരയുടെ മറുപടി. സംസാരിക്കാൻ പോലും അറിയില്ലെന്ന് പറയാം, വിശേഷങ്ങൾ പറയാൻ അറിയില്ല. ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിച്ചു തരേണ്ടാണോ എന്ന് ചോദിച്ചാലല്ല. എങ്കിലും മീരയ്ക്ക് ഇതൊന്നും അറിയില്ലെന്ന് പറയുന്നതാവും ശരി. പക്ഷെ ഇന്ന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. തനിച്ചിരുന്ന് ശീലിച്ചവൾക്ക് ഇന്ന് കൂടെ എപ്പോഴും അവൻ വേണമെന്നൊരു മോഹം. കൊഞ്ചിച്ചും പ്രണയിച്ചുമെല്ലാം കൂടെ ഉണ്ടാവണം. അവൻ സംസാരിക്കുന്ന കേട്ടിരിക്കണം. ആഗ്രഹങ്ങൾ ഏതുമില്ലാതിരുന്നവരുടെ പുതിയ ആഗ്രഹങ്ങൾ ഇവയാണ്. ആദിയുടെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും മനസ്സിലോർത്ത് ഗാർഡനിലായി ഇരിക്കുമ്പോഴാണോ മാൻഷന്റെ ഗേറ്റ് കടന്ന് വരുന്നൊരു കാർ അവിടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഒരു നിമിഷം ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്നവൾ. കാർ വന്നിന്നും അതിൽ നിന്നിറങ്ങുന്ന വ്യക്തിയെ കാണെ ഭയം എന്ന വ്യാളി അവരുടെ ഉടലൊന്നാകെ വിഴുങ്ങി. അയാൾക്ക് പുറകെയായി കാറിൽ നിന്നിറങ്ങുന്ന ഓരോരുത്തരെയും കണ്ടതും തിരിഞ്ഞോടാൻ പോലും ശേഷിയില്ലാത്ത പോലെ കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചതുപോലെ അവിടെ തന്നെ നിന്നുപോയി മീര. കണ്ട നാൾ മുതൽ തന്നെ മോഹിപ്പിക്കുന്ന രൂപം, പതിവിലുമേറിയ സൗന്ദര്യത്തിൽ തന്നെ മുന്നിൽ കണ്ടതും ദത്തന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. പേടിച്ചിരണ്ട പേടമാനിനെ പോലെ മുന്നിൽ നിൽക്കുന്നവൾ അവനിൽ വീണ്ടും വീണ്ടും തീവ്രമായ മോഹം നിറച്ചു. അപ്പോഴേക്കും ദത്തിനൊപ്പം കാറിൽ നിന്നിറങ്ങിയ ഗംഗ കരഞ്ഞുകൊണ്ട് മീരയെ ചേർത്ത് പിടിച്ചിരുന്നു. തിരികെ അവരെയൊന്നും നോക്കാൻ പോലും ആവാത്ത വിധം തളർന്നു പോയിരുന്നവൾ വീണ്ടും ഒരു തുരുത്തിൽ അകപ്പെട്ടതുപോലെ, ജീവൻ നിലനിർത്താൻ അല്പം പ്രാണവായുവിനായി പിടയുന്ന പോലെ. അപ്പുമോളുണ്ടായി 6 മാസമുള്ള എല്ലാം നല്ല രീതിയിൽ തന്നെയായിരുന്നു. മക്കളുടെ കളിയും ചിരിയൊക്കെ ആയിട്ട് സ്വർഗം പോലൊരു ജീവിതം. ആയിടക്ക ദേവൻ സാറിന് ഡൽഹിയിലേക്ക് പോസ്റ്റിംഗ് ആവുന്നു. പെട്ടെന്നുണ്ടായ വേർപിരിയിൽ എല്ലാവർക്കും വേദന തന്നെയായിരുന്നു. സൂര്യയെ പിരിയാൻ രുദ്രനും അനുഷ്യനാവില്ലായിരുന്നു. ഒടുക്കെ എനിക്ക് കൂടി ഒരു ജോലി അവിടെ ചെന്നിട്ട് ശരിയാക്കി എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാന്നുള്ള തീരുമാനത്തിലെത്തി. സാറ് ചേച്ചിയും മക്കളെയും കൂട്ടി ഡൽഹിക്ക് പോയി. താൽക്കാലികമാണെങ്കിൽ പോലും അവരെല്ലാം പിരിയേണ്ടി വന്നതിന്റെ സങ്കടം ഞങ്ങളെ 3 പേരെയും തളർത്തി. സൂര്യയുടെ കളിയും ചിരിയെല്ലാം നിന്നു. അന്ന് ഇന്നത്തെ പോലെ മൊബൈലൊന്നും എല്ലാവരുടെയും കയ്യിലില്ലല്ലോ. വീട്ടിലെ ലാൻഡ് ലൈനിൽ നിന്നും വിളിക്കുക അവര്. 1 മാസത്തിന് ശേഷം സാർ എനിക്ക് അവരുടെ ജോലി ശരിയാക്കിയെന്ന് പറഞ്ഞ് വിളിച്ചു. ആ സമയം സൂര്യൻ സ്കൂളിൽ പോയതായിരുന്നു. തിരികെ വന്ന എല്ലാവരെയും അവനൊത്തിരി സന്തോഷമായിരിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. എന്നാ മോനെയും പ്രതീക്ഷിച്ചെന്ന ഞങ്ങളെ തേടിയെത്തിയ വാർത്ത, ഒരാക്സിഡന്റിൽ അവൻ. പറയാൻ വാക്കുകളില്ലാതെ ഒരു നിമിഷം നിന്നുപോയാൽ മുഖം അമർത്തിയൊന്ന് തുടച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ച നിമിഷങ്ങൾക്കകം അവനങ്ങ് പോയി. സത്യയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. മുഖം വിറക്കുന്ന പോലെ, ഹൃദയം പിടഞ്ഞു പോകുന്ന പോലെ. ഒരു നിമിഷം വീണ്ടും ആ ദൃശ്യങ്ങൾ മുന്നിൽ കണ്ടതുപോലെ സത്യ തന്റെ മിഴികൾ ഇറുകെ അടച്ചു. ആയുഷുമാകെ വല്ലാതെയായി. ആദ്യം മാത്രം അപ്പോഴും അയാൾ യാതൊരു വികാരങ്ങളുമില്ലാതെ നോക്കി നിന്നു. 18 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി നഗരത്തിൽ നടത്തിയ 4 കൊലപാതകങ്ങൾ നടത്തിയ സൈക്കോ കില്ലറിന് സ്വന്തം മകന്റെ മരണത്തിൽ വിഷമം വന്നോ? അടുത്ത നിമിഷം ഭാവഭേദങ്ങളൊന്നുമില്ലാതെ ആദ്യ സത്യ ഉറ്റുനോക്കി ചോദിക്കുമ്പോൾ ആയുഷ് ഒരു ഞെട്ടലോടെ ആദിയെ നോക്കി. ശേഷം സത്യയെയും. ഒരു നിമിഷം ആയുഷിൽ വല്ലാത്തൊരു പകപ്പ് നിറഞ്ഞു. മകന്റെ വിയോഗത്തിൽ കരഞ്ഞു മുഖം കുനിച്ച സത്യ ആയിരുന്നില്ല ആ നിമിഷം.
കുറ്റബോധം അശേഷമില്ലാത്തൊരു കുറ്റവാളി, ക്രൂരത നിറഞ്ഞ അയാളുടെ മുഖഭാവം. ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ ആയുഷ് തറഞ്ഞു നിന്നു. എവിടെയായിരുന്നു മോളെ? വല്യമ്മയൊന്ന് വിളിക്കാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ. കരഞ്ഞുകൊണ്ട് സങ്കടം പറയുന്ന വല്യമ്മയെ അവളും വേദനയോട് നോക്കി. ദത്തൻ എന്ന വ്യക്തിയെ ഒഴിച്ച് ബാക്കി ആരോടും അവൾക്ക് ഭയമില്ല. അധികം അടുപ്പില്ലെങ്കിൽ പോലും മീരയ്ക്ക് അവരൊക്കെയും ഇഷ്ടമാണ്. ദത്തന്റെ കൂടെ കാറിൽ നിന്നിറങ്ങിയ ആലിയെയും ശബരിയെയും അവൾ കണ്ണ് നിറച്ചുകൊണ്ട് നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒന്നും ചെയ്യാനാവാത്തൊരു നിസ്സഹായാവസ്ഥയിലായിരുന്നു ഇരുവരും. മീരയെ ദയനീയമായി ഒന്ന് നോക്കാനേ അവർക്കും ആയുള്ളൂ. മോളെ നീ അകത്തൊന്നും മീരയെ കാണാതെ പുറത്തേക്ക് അവൾ വിളിച്ചുകൊണ്ടുവന്ന സീതാമ്മ ഒരു നിമിഷം മുന്നിൽ കാണുന്ന കാഴ്ചയിൽ തറഞ്ഞുപോയി. മീരയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നവരെ കണ്ടതേ വന്നിരിക്കുന്നവരുടെ ബന്ധുക്കളായിരിക്കുമെന്ന് സീതാമ്മയ്ക്ക് മനസ്സിലായി. ഒരു വല്ലായ്മ നിറഞ്ഞു പോയവരിൽ മീരയെ കൊണ്ടുപോകാനായിരിക്കും വന്നതെന്ന ചിന്ത പോലും അവരിൽ സങ്കടം നിറച്ചുപോയി. ഞാൻ ഇവളുടെ അമ്മയുടെ ചേച്ചിയാണ് ഗംഗ. ഇതെന്റെ മക്കളും മരുമകളും. മീരയിൽ നിന്ന് അകന്നു മാറി സീതാമ്മയോടായി നേർത്തൊരു ചിരിയോടെ ഗംഗ പറയുമ്പോൾ മുഖം കുനിച്ച് നിന്നതേയുള്ളൂ മീര. ദിവസങ്ങൾ അന്യമായിരുന്ന ഭയവും വെപ്രാളവും നിസ്സഹായാവസ്ഥയുമെല്ലാം ഒരുപോലെ അവളെ പൊതിഞ്ഞു. ദത്തന്റെ കണ്ണുകൾ ആ നിമിഷം അങ്ങേയറ്റം ആസക്തിയോടെ അവളുടെ ഉടനഴകളിൽ തന്നെ ആയിരുന്നു. എല്ലാവരും അകത്തേക്ക് വരൂ. ഉള്ളിലെ വിഷമവും സങ്കടമൊന്നും പുറത്ത് കാണിക്കാതെ തന്നെ സീതാമ്മ അവരെല്ലാം അകത്തേക്ക് ക്ഷണിച്ചു. എല്ലാവരും അകത്തേക്ക് കയറിയതും സീതാമ്മയും ഗംഗയും കാണാതെ മീരയുടെ കയ്യിൽ അമർത്തി പിടിച്ചു ദത്തൻ. ഒരു നിമിഷം ഞെട്ടലോടെ ഭയത്തോടെ അവനെ നോക്കിപ്പോയവൾ. അവന്റെ സ്പർശനം പോലും തീർക്കുന്ന ഭയത്തിൽ കണ്ണു നിറച്ചുകൊണ്ട് പറയുന്നവൾ. അവന്റെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി നിറച്ചു. വിതുമ്പുന്ന ചുണ്ടുകളും ചുവന്നു തുടുത്ത കുഞ്ഞുമുഖവും അവനിൽ അവളോടുള്ള ഭ്രാന്തിന്റെ ആക്കം കൂട്ടി. ഈ സുന്ദരിക്കുട്ടി എങ്ങനെയാ ഞാൻ വിടുക? അങ്ങനെ വിട്ടുകളയാൻ മാത്രം മണ്ടനല്ല ദത്തൻ. ഇത്രയും കാലം നീ ഓടി ഒളിച്ചില്ലേ? ഇനി കഴിയില്ല മീര. കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ആദ്യം ഇവിടുന്ന് നേരെ തറവാട്ടിലേക്ക്, പിന്നെ നമ്മുടെ മാത്രം ലോകത്തേക്ക്. വല്ലാത്തൊരു ഭാവത്തോടെ ദത്തം പറഞ്ഞതും മീര അവനെ ഞെട്ടിലോടെ നോക്കി. ക്രൂരത നിറഞ്ഞ അവന്റെ മുഖം, തന്നിൽ അലയുന്ന മിഴികൾ. അവനിൽ നിന്നും കുതിരി മാറാനാവുന്നത്ര ശ്രമിച്ചു നോക്കി മീര. നിന്റെ ഈ ഗന്ധമുണ്ടല്ലോ മീര, ചന്ദനത്തിന്റെ സുഗന്ധം. അതുപോലെ എത്ര നുകർന്നാലും മതി വരാത്ത നിന്റെ ഈ സൗന്ദര്യം. ഏട്ടാ! അവളെ ശരീരത്തിലേക്ക് വലിച്ചടിപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞതും ശബ്ദം കടുപ്പിച്ചുകൊണ്ടുള്ള ശബരിയുടെ വിളി വന്നിരുന്നു. വല്ലാത്തൊരു ചിരിയോടെ ദത്തൻ മീരയുടെ വിരലുകൾ സ്വതന്ത്രമാക്കി. ശബരി ഒന്ന് നോക്കി അകത്തേക്ക് നടന്നു. അവൻ പിടിച്ചു ഞെരിച്ച വിരലുകൾ നന്നായി ചുവന്നു പോയിരുന്നു. മുഖം അമർത്തി കരഞ്ഞു പോയവൾ ശബ്ദമില്ലാതെ തന്നെ. കരയില്ലേ? ഒന്നുമില്ല. ഏട്ടനുള്ള പെണ്ണുമോട് ശരീരത്തിൽ ആരും കൈവക്കില്ല. വീങ്ങിക്കരയുന്നവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ശബരിയുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതിന്റെ പ്രതിഫലനമുണ്ടായിരുന്നു. പക്ഷെ ആ വാക്കുകൾക്കൊന്നും മീരയുടെ ഉള്ളിലെ ഭയത്തെ ഇല്ലാതാക്കാനായില്ല എന്നുള്ളതാണ് സത്യം. 18 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി നഗരത്തെ നടക്കിയ 4 കൊലപാതകങ്ങൾ നടത്തിയ സൈക്കോ കില്ലറിന് സ്വന്തം മകന്റെ മരണത്തിൽ വിഷമം വന്നോ? അടുത്ത നിമിഷം ഭാവഭേദങ്ങളൊന്നുമില്ലാതെ ആദി സത്യയെ ഉറ്റുനോക്കി ചോദിക്കുമ്പോൾ ആയുഷ് ഒരു ഞെട്ടലോടെ ആദിയെ നോക്കി. ശേഷം സത്യയെയും. ഒരു നിമിഷം ആയുഷിൽ വല്ലാത്തൊരു പകപ്പ് നിറഞ്ഞു. മകന്റെ വിയോഗത്തിൽ കരഞ്ഞ് മുഖം കുനിച്ച സത്യ ആയിരുന്നില്ല ആ നിമിഷം. കുറ്റബോധം അശേഷമില്ലാത്തൊരു കുറ്റവാളി, ക്രൂരത നിറഞ്ഞ അയാളുടെ മുഖഭാവം. ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നത് പോലും മനസ്സിലാവാതെ ആയുഷ് തറഞ്ഞു നിന്നു. എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ ആദിത്യവർമ്മ? അവളെന്റെ ജീവനാവുമ്പോ അവളെ കുറിച്ചുള്ളെല്ലാം ഞാനും അറിഞ്ഞിരിക്കേണ്ടതല്ലേ? ആദി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. എല്ലാം അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ചെകുത്താൻ എനിക്ക് മുന്നിൽ എന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഇവിടേക്ക് വരില്ലായിരുന്നല്ലോ. എനിക്കറിയേണ്ടത് 2 ഉത്തരങ്ങളാ, ഹൂ ആൻഡ് വൈ. സത്യ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആദിയുടെ ശബ്ദമുയർന്നു. ഇരുവരും പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു ആയുഷ്. SP വാസുദേവയ്യർ തയ്യാറാക്കിയ FIR രേഖപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ. കൊച്ചിയിൽ നടന്ന 4 തുടർ കൊലപാതകങ്ങൾ. വിക്ടിംസ് തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അവര് തമ്മിൽ കണക്ട് ചെയ്യുന്ന കോമൺ ഫാക്ടേഴ്സ് ഇല്ല. ഏജ്, ജെൻഡർ ഒന്നും തന്നെ മാച്ച് അല്ല. പക്ഷെ എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നത് തലയിൽ ഭാരമുള്ള 20 ദണ്ട് കൊണ്ടുള്ള ശക്തമായ പ്രഹരത്തിൽ. ആദ്യ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ചന്ദ്രശേഖർ IPSന്റെ നിഗമനം റിപ്പർ വാസുവിനെ പോലൊരു കോപ്പി ക്യാറ്റ് കില്ലർ എന്നായിരുന്നു. ആദ്യത്തെ 3 കൊലപാതകങ്ങൾക്ക് ശേഷം ഒരു ലീഡ് ഉണ്ടാവാതായപ്പോഴാ കേസ് ഡൽഹിയിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങിയെത്തിയ വാസുദേവ് അയ്യരെ ഏൽപ്പിക്കുന്നത്. ആദ്യ ചെയറിൽ നിന്ന് മുന്നോട്ടാഞ്ഞുകൊണ്ട് സത്യയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അയാളിൽ ഒരു അഗ്നി എരിയുന്ന അവൻ അറിഞ്ഞു. പകയുടെ, പ്രതികാരത്തിന്റെ ഒരു അഗ്നികുണ്ട്. കൊല്ലപ്പെട്ട എല്ലാവരും അപ്പർ ക്ലാസ് ഫാമിലി അംഗങ്ങൾ. ആദ്യത്തെ ആൾ ഒരു ഡോക്ടറുടെ ഭാര്യ, വയസ്സ് 23. രണ്ടാമത്തെ ആൾ ഒരു ബിസിനസ് മാഗ്നറ്റിന്റെ മകൻ, 15 വയസ്സ്. അടുത്തത് ഒരു ജ്വല്ലറി ഓണറുടെ പേരക്കുട്ടി, 10 വയസ്സ്.
ഏറ്റവും ഒടുവിൽ ഹോം മിനിസ്റ്ററുടെ മകൾ 17 വയസ്സുള്ള പെൺകുട്ടി. ആദ്യം പറഞ്ഞിരുത്തിക്കൊണ്ട് സത്യയെ നോക്കി. എവിടെയും യാതൊരു കുറ്റബോധമില്ലാതിരിക്കുന്ന അയാളുടെ ഭാവം അവന് പെട്ടെന്ന് മനസ്സിലായി.